PSC ഡയറിയിലേക്ക് സ്വാഗതം. 2024 ഫെബ്രുവരി 3 തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അടുത്ത PSC പരീക്ഷയിൽ ഉറപ്പായും ഉണ്ടാകുന്ന 100% ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ അടുത്ത PSC പരീക്ഷയിൽ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ നേരത്തെ ഔട്ടായി എന്നുള്ള പരാതികളൊന്നും പറയരുത്. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഇത് ഉറപ്പാണ്, അടുത്ത PSC പരീക്ഷയിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കുക. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം എക്സ്പോസാറ്റിൻ്റെ മുഴുവൻ പേര് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എന്താണ്? ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് 2024 ജനുവരി 1 PSLV C-58 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് 2024 ജനുവരി 1 ഡേറ്റ് നോട്ട് ചെയ്യണം. PSLV C-58 അല്ലേ, ആ വിക്ഷേപണ വാഹനത്തിൻ്റെ നമ്പർ സഹിതം നോട്ട് ചെയ്യണം. PSLV C-58 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. PSLVയുടെ 60ാം വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. PSLV എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLV. ഇത് വിക്ഷേപണ വാഹനങ്ങളാണ് PSLV എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. PSLVയുടെ 60ാം വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. 2021 US ബഹിരാകാശ ഏജൻസിയായ നാസയാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആദ്യമായി വിക്ഷേപിച്ചത്. രണ്ടാമത്തെ വിക്ഷേപണമാണ് ISROയുടേത്. അപ്പോൾ അതും ഒരു ഈ സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടത്. അപ്പോൾ അതും നോട്ട് ചെയ്യുക. 2021 US ബഹിരാകാശ ഏജൻസിയായ നാസയാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആദ്യമായി വിക്ഷേപിച്ചത്. രണ്ടാമത്തെ വിക്ഷേപണമാണ് ISROയുടേത്. വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും ഇതോടൊപ്പം വിക്ഷേപിച്ചു. ഇത് മാത്രമായിട്ടും ചോദിക്കാൻ വേണമെങ്കിൽ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും ഇതോടൊപ്പം വിക്ഷേപിച്ചു. അപ്പോൾ ഇവിടെ കൃത്യമായി ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ആ ഉപഗ്രഹത്തിൻ്റെ പേര് തന്നെയാണ്, എക്സ്പോസാറ്റ്. എന്താണ് എക്സ്പോസാറ്റ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിൻ്റെ മുഴുവൻ പേര്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് പഠിച്ചല്ലോ. ഇനി എന്തിനാണ് ഈ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അഥവാ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്? ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും പഠിച്ചല്ലോ. എന്താണ് ഉപഗ്രഹത്തിൻ്റെ പേര്, അതെന്തിനാണ് വിക്ഷേപിച്ചത്, ഉദ്ദേശം എന്താണ്? ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിന്. അപ്പോൾ ഒരു ചോദ്യം, ഇതിനു മുമ്പ് ഇതേപോലെ ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തിയിട്ടുണ്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ? ഉണ്ടല്ലോ. 2021 US ബഹിരാകാശ ഏജൻസിയായ നാസയാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആദ്യമായി വിക്ഷേപിച്ചത്. അപ്പോൾ ഓൾറെഡി 2021 US എങ്ങനെയൊരു വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ വിക്ഷേപണമാണ് ISROയുടേത്. അതായത് ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഇനി അടുത്ത ചോദ്യം, ഇപ്പോൾ ഉപഗ്രഹം പഠിച്ചു, അതെന്തിന് വിക്ഷേപിച്ചു എന്ന് പഠിച്ചു. ഇനി ഇത് ഇന്ത്യയെ കൂടാതെ മറ്റാരെങ്കിലും വിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അല്ലേ. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതെന്നാണ് വിക്ഷേപിച്ചതെന്ന്. 2024 ജനുവരി 1. ഇനി ഏത് വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചിട്ടുള്ളത്? PSLV C-58, PSLV C-58 അല്ലേ. എന്താണ് ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ പ്രത്യേകത? ഇത് PSLVയുടെ 60ാമത് വിക്ഷേപണമാണ് അല്ലേ. അതായത് PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലേ എന്നതിൻ്റെ 60ാമത്തെ വിക്ഷേപണമായിരുന്നു ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി ഒരു പോയിൻ്റ് കൂടെയുണ്ട്. വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും ഇതോടൊപ്പം വിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് കൃത്യമായിട്ട് ഇതിലൊന്നും എഴുതി വെച്ചില്ലെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഉറപ്പാണ്, ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണിത്. ഉറപ്പായിട്ടും ഇത് വന്നിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2024 ജനുവരി 1 5 രാജ്യങ്ങൾ കൂടി പുതിയതായി അംഗത്വം നേടി. ഇവ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇത് ഞാൻ നമ്മുടെ ഈ
PSC ബുള്ളറ്റിനിലും ഈ കറണ്ട് അഫയേഴ്സ് വന്നപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. അത് പഠിക്കാനുള്ള ഒരു കോഡും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSC ബുള്ളറ്റിൻ ജനുവരി 15 ഇറങ്ങിയ ജനുവരിയിലെ രണ്ടാമത്തെ ലക്കത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക എന്നുള്ളത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബ്രിക്സിൽ എന്തായാലും പുതിയ രാജ്യം വന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഏതൊക്കെ രാജ്യമാണെന്ന് ഓർത്തിരിക്കാൻ നമ്മൾ ആദ്യം ബ്രിക്സിൽ വന്നത് UAE ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. UAE. ഇനി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ അല്ലേ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. കണ്ട, UAE ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ UAE ഉണ്ടെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇതിൽ ആദ്യത്തെ അക്ഷരം ഈജിപ്റ്റ്, എത്യോപ്യ ഇറാൻ അല്ലേ? EAE എന്ന് വരത്തില്ലേ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. EAE ആദ്യത്തെ അക്ഷരം എടുത്താൽ EAE, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. സൗദി അറേബ്യ, UAE. കണ്ട, അപ്പോൾ UAEയുടെ ആ U എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 രാജ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. UAEയുടെ അവിടെ U മാറ്റി T ഇട്ടാൽ EAE എന്ന് കിട്ടും. അതായത് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ അല്ലേ? ഇതിപ്പോൾ ഞാൻ ആ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സെയിം ആൾക്കാർ കേൾക്കുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. എന്നാലും ആ ക്ലാസ് കാണുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. എന്തായാലും ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു നല്ലൊരു പോയിൻ്റാണ്. അപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതായിരുന്നു ബ്രിക്സ് എന്ന്. ഇവരുടെ ഈ രാജ്യങ്ങളുടെ ആദ്യത്തെ ലെറ്റേഴ്സാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇനി ഈ രാജ്യങ്ങൾക്കൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കൂടെ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ അതൊരു കണക്റ്റിംഗ് ഫാക്ടറായിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ താഴത്തെ കൊടുത്തിട്ടുള്ളതിൽ അടുത്തിടെ ബ്രിക്സിൽ അംഗങ്ങളായ രാജ്യങ്ങൾ ഏവ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു യൂറോപ്യൻ കൺട്രി വന്നാൽ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഫിൽട്ടർ ചെയ്യാം എന്നുള്ളതിനുള്ളൊരു ക്ലൂ ആണ് ഞാനീ പറഞ്ഞത്. അതായത് ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ക്ലൂ വെച്ചിട്ട് നമുക്ക് ഇത് എന്ന് ശരി ഉത്തരം കണ്ടെത്താം. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. ഇതിൻ്റെ ഒരു ബാക്കി പോയിൻ്റ് കൂടെ ഉണ്ട്, അതൊന്നുകൂടെ നോക്കാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവയാണ് നിലവിലുണ്ടായിരുന്ന ബ്രിക്സ് സ്ഥിരാംഗങ്ങൾ. ഇതോടെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം 10 അതൊരു പോയിൻ്റാണ് കേട്ടോ. കാരണം ചിലപ്പോൾ ചോദിക്കാം ബ്രിക്സിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 10. അല്ലെങ്കിൽ ബ്രിക്സിൽ അടുത്തിടെ ജോയിൻ ചെയ്ത അംഗങ്ങളുടെ എണ്ണം എത്ര? അതെത്ര? അടുത്തിടെ 5 കൂടി വന്നു അല്ലേ? അപ്പോൾ 5, 3, 4, 5 കൂടി വന്നു അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം. അടുത്തൊരു ചോദ്യം നോക്കാം. ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്താണ്? ഇത് പറയുമ്പോഴാണ് നമ്മളിവിടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ അവിടെ തന്നെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തുകൊണ്ട് അതിലേക്ക് ആഡ് മീ എന്ന് റിക്വസ്റ്റ് അയച്ചാൽ ഗ്രൂപ്പിൽ അംഗമാകാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇടുന്ന യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളുടെ എല്ലാം പരീക്ഷകളും അതിൻ്റെ റിവിഷനും ഒക്കെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ മുതൽ ഈ ജനുവരി വരെയുള്ള ഇതുവരെയുള്ള PSC ബുള്ളറ്റിനും കറണ്ട് അഫയേഴ്സും എല്ലാം വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ പക്കയായിട്ട് അത് പഠിച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കും വരാം, താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്താണ്? കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവത്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യമാണ് അല്ലേ? എന്താണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ? ആ പേരൊന്ന് നോട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അന്താരാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണത്. ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്താണ്? കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവത്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളികളായ സഖ്യമാണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. ഇസ്രയേലിൻ്റെ ആക്രമണം നേരിടുന്ന ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇറാൻ്റെ പിന്തുണയോടെയുള്ള ഹൂതികളുടെ ആക്രമണം. ഇസ്രയേലിൻ്റെ ആക്രമണം നേരിടുന്ന ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇറാൻ്റെ പിന്തുണയോടെയുള്ള ഹൂതികളുടെ ആക്രമണം. US, ബ്രിട്ടൻ, ബഹ്റൈൻ,
കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സിഷെൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ നാവികസേനകളാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ സഖ്യത്തിലുള്ളത്. 2014 മുതൽ യമൻ സർക്കാരുമായി ആഭ്യന്തര യുദ്ധം നടത്തുന്ന വിമത സായുധ സംഘമാണ് ഹൂതികൾ. അപ്പോൾ നിങ്ങൾ ഈ ഹൂതികൾ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ഉള്ളൊരു പോയിൻ്റാണിത്. 2014 മുതൽ യമൻ സർക്കാരുമായി ആഭ്യന്തര യുദ്ധം നടത്തുന്ന വിമത സായുധ സംഘമാണ് ഹൂതികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരൊരു സായുധ സംഘമാണ് ഹൂതികൾ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? 2014 മുതൽ യമൻ സർക്കാരുമായി ആഭ്യന്തര യുദ്ധം നടത്തുന്ന വിമത സായുധ സംഘമാണ് ഹൂതികൾ. ഇനി ഒന്നുകൂടി പറയാം, യമനിലെ ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സൈനിക വിഭാഗമാണ് ഹൂതികൾ. അപ്പോൾ ആരാണ് ഹൂതികൾ? യമനിലെ ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സൈനിക വിഭാഗമാണ് ഹൂതികൾ. ഹുസൈൻ അൽ ഹൂദിയാണ് സ്ഥാപകൻ. ഹുസൈൻ അൽ ഹൂദി അല്ലേ, ഹുസൈൻ അൽ ഹൂദിയാണ് സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ്, എൻ്റെ അറിവ് വെച്ചിട്ട് അദ്ദേഹം മരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഹൂദി എന്നുള്ള ഒരു സായുധ സംഘം രൂപപ്പെട്ടത്. അതൊരു വംശമൊന്നുമല്ല, ഇതല്ല, പക്ഷേ അതൊരു സായുധ സംഘമാണ്. യമനിലാണ് ഈ ഹൂദികളുള്ളത്. ഇവരാണിപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത് കടലിൽ. അതുകൊണ്ടാണ് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി എന്ന പേരിൽ, ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു 10 രാജ്യങ്ങൾ ചേരുന്ന ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അവർ ഇപ്പോൾ കടലിലുണ്ട്. അപ്പോൾ അവരാണ് ഇതിനെ കടലിൽ ഇവർ നേടുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. 2020 മികച്ച ചിത്രത്തിനുൾപ്പെടെ 4 ഓസ്കാർ നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലെ ധനാഢ്യനായ ഗൃഹനായകനെ അവതരിപ്പിച്ച നടൻ സ്വയം ജീവനൊടുക്കി. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ലീ സൺ ക്യൂൻ, 48 വയസ്സ്. ആ സിനിമയുടെ പ്രാധാന്യം സാധാരണ ഹോളിവുഡ് സിനിമകൾക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. പക്ഷേ അന്ന് പാരസൈറ്റ് എന്ന ദക്ഷിണ കൊറിയൻ സിനിമയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നോക്കാം എന്താണ്. 2020 മികച്ച ചിത്രത്തിനുൾപ്പെടെ 4 ഓസ്കാർ നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലെ ധനാഢ്യനായ ഗൃഹനായകനെ അവതരിപ്പിച്ച നടൻ സ്വയം ജീവനൊടുക്കി. പേര് ലീ സൺ ക്യൂൻ. 92 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം കൂടിയാണ് പാരസൈറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആയിരുന്നു. കാരണം 92 വർഷമായിട്ട് ഓസ്കാർ പുരസ്കാരം കൊടുക്കുമ്പോൾ ഇന്ന് വരെ ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു സിനിമയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയൊരു ചിത്രമായിരുന്നു പാരസൈറ്റ്. ദക്ഷിണ കൊറിയൻ സിനിമയാണ് പാരസൈറ്റ്. ആ പാരസൈറ്റിലെ അതിലെ ഒരു ഗൃഹനായകനായിട്ട് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണത്. അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് ലീ സൺ ക്യൂൻ. അദ്ദേഹം സ്വയം ജീവനൊടുക്കി. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിൻ്റെ യഥാർത്ഥ പേര് വിജയരാജ് അഴഗർ സ്വാമി എന്നാണ്. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിൻ്റെ യഥാർത്ഥ പേര് വിജയരാജ് അഴഗർ സ്വാമി. എന്താണ്? വിജയരാജ് അഴഗർ സ്വാമി. ക്യാപ്റ്റൻ, കറുത്ത MGR, പുരട്ചി കലൈഞ്ചർ, വിപ്ലവ കലാകാരൻ എന്നാണ് അർത്ഥം എന്നും വിളിക്കപ്പെട്ടു. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റു പേര്? ക്യാപ്റ്റൻ, കറുത്ത MGR, പുരട്ചി കലൈഞ്ചർ അഥവാ വിപ്ലവ കലാകാരൻ എന്നും വിളിക്കപ്പെട്ടു. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം DMDK പാർട്ടിയുടെ സ്ഥാപകനും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 2011-16 കാലഘട്ടങ്ങളിൽ തമിഴ്നാട് നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം അഥവാ DMDK പാർട്ടിയുടെ സ്ഥാപകനും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്താണ് ആ കവിയുടെ പേര്? ആർട്ടിയോം കമാർഡിൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ആ കവിയുടെ പേരാണ് ആർട്ടിയോം കമാർഡിൻ. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കുകൾ കുറവാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകളാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ടുതരാം. അപ്പോൾ ബാക്കി അടുത്ത പോയിന്റിലേക്ക് പോകാം. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് അടുത്തിടെ വാർത്തകളിലെത്തിയത് എങ്ങനെയാണ്?
തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇത് ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് അല്ലേ. മുഹമ്മദ് യൂനുസ് നമുക്കറിയാം, അദ്ദേഹത്തെ നോക്കാം. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് അടുത്തിടെ വാർത്തകളിലെത്തിയത് എങ്ങനെയാണ്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. 1983 സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് വഴി ചെറുകിട വായ്പാ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശ് ഗ്രാമീണരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതിലൂടെ യൂനുസ് ലോകശ്രദ്ധ നേടി. ഇത് പരിഗണിച്ചാണ് നൊബേൽ സമ്മാനം നൽകിയത്. അപ്പോൾ മുഹമ്മദ് യൂനുസിനെ ഇതുവരെ അറിയാൻ പാടില്ലാത്ത PSC പഠിച്ചു തുടങ്ങിയിട്ടുള്ള പുതിയ ആൾക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാണ് മുഹമ്മദ് യൂനുസ് എന്ന് ചോദിച്ചാൽ ഇതൊരു ബംഗ്ലാദേശുകാരനാണ് അല്ലേ. ഇദ്ദേഹത്തിന് ഇപ്പോൾ 83 വയസ്സുണ്ട്. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചത്? അതാണ് ഈ പറയുന്നത്. 1983 സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് വഴി, ഇദ്ദേഹത്തിൻ്റെ ബാങ്കാണ് ഗ്രാമീൺ ബാങ്ക്. ഇത് സ്ഥാപിച്ചത് 1983 ഈ ഗ്രാമീൺ ബാങ്ക് വഴി ചെറുകിട വായ്പാ പദ്ധതി, ഇപ്പോൾ കാണുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയിലെ അതിൻ്റെ ഒരു ആദ്യത്തെ രൂപമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ചെറുകിട വായ്പാ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശ് ഗ്രാമീണരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതിലൂടെ യൂനുസ് ലോകശ്രദ്ധ നേടി. ഇത് പരിഗണിച്ചിട്ടാണ് 2006 നൊബേൽ സമ്മാനം നൽകിയത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കടുത്ത വിമർശകൻ കൂടിയാണ് യൂനുസ്. ഡോക്ടർ സവേര പ്രകാശ് എന്ന പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് എപ്രകാരമാണ്? പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ. അപ്പോൾ അതൊരു ഒരു പ്രത്യേകതയുള്ളൊരു പോയിൻ്റാണ് അല്ലേ. ഡോക്ടർ സവേര പ്രകാശ് അല്ലേ. ഡോക്ടർ സവേര പ്രകാശ് നമുക്ക് വേണമെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി വല്ല പ്രകാശ് എന്നോ വല്ലതും, കാരണം അതൊരു ഹിന്ദു പേരാണല്ലോ, പ്രകാശ് എന്നോ വല്ലതും ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. പ്രകാശ് അല്ല, ആക്ച്വലി ഡോക്ടർ സവേര പ്രകാശ് എന്നാണ്. നമ്മളിത് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കീവേഡ് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അതേപോലെ ഒരു ഡോക്ടർ സവേര പ്രകാശ് എന്നുള്ളത് പ്രകാശ് എന്ന് വെറുതെ ഓർത്തിരുന്നാൽ നമുക്കതൊരു കീവേഡാക്കി എടുത്താൽ നമുക്ക് കണക്ട് ചെയ്യാം. ഡോക്ടർ സവേര പ്രകാശ് എന്ന പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് എപ്രകാരമാണ്? പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ. അപ്പോൾ ഇത് ഒരു പ്രകാശ് ഓർത്താൽ മതി, ഒരു പ്രകാശ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഓപ്ഷനിൽ ഈ പേര് കാണുമല്ലോ, ഡോക്ടർ സവേര പ്രകാശ് എന്ന്. അങ്ങനെ നമുക്ക് കണ്ടെത്താം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPP അല്ലേ. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജർ ഏതു നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള PSC പരീക്ഷകൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഇതിലിടുക. വലിച്ചു വാരിയൊന്നും ഇടില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ചുള്ള വീഡിയോകളും ഉൾപ്പെടുത്താം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജർ ഏതു നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവും. ഈ നിലയിലാണ് ഇദ്ദേഹം പ്രശസ്തി നേടിയത്. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജർ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമാണ്. ഈ നിലയിലാണ് അദ്ദേഹം പ്രശസ്തി നേടിയത്. ഓസ്ട്രേലിയയിൽ ജനിച്ച പിൽജർ 1962 മുതൽ ലണ്ടൻ കേന്ദ്രമാക്കി ഡെയിലി മിറർ, റോയിട്ടേഴ്സ്, ITV തുടങ്ങിയ വാർത്താമാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കംബോഡിയയിലെ പോൾപോട്ടിൻ്റെ ഖമർ റൂഷ് ഭരണകൂടത്തിൻ്റെ ഭീകരത വെളിപ്പെടുത്തുന്ന എന്തൊക്കെ പേരാണല്ലേ. കംബോഡിയയിലെ പോൾപോട്ടിൻ്റെ ഖമർ റൂഷ് ഭരണകൂടത്തിൻ്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ഇയർ 0 ദ സൈലന്റ് ഡെത്ത് ഓഫ് കംബോഡിയ 1979, അതിൻ്റെ തുടർച്ചയായ കംബോഡിയ ദ ബീട്രയൽ 1990, തലിഡോമൈഡ് ദ 98 വി ഫോർഗോട്ട് തുടങ്ങിയവ പിൽജറിൻ്റെ പ്രസിദ്ധ ഡോക്യുമെൻ്ററികളാണ്. ഒരു പ്രാവശ്യം കൂടി പറയരുത്, പാടാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം. അടുത്ത പരീക്ഷകളിൽ സ്ഥിരം കാണാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്നത്. വീരമംഗൈ റാണി വേലു നാച്ചിയാർ. ആ പേര് നോക്കുക, അവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അല്ലേ. വീരമംഗൈ റാണി വേലു നാച്ചിയാർ തന്നെയാണ് ആ കാണുന്നത്. അപ്പോൾ ഈ പേര് പറയുമ്പോൾ ആ വീരമംഗയെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കുക, അപ്പോൾ നമ്മൾ മറന്നുപോയില്ല. വീരമംഗൈ റാണി വേലു നാച്ചിയാറാണ് 2024 യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം.
കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഭാഗ്യചിഹ്നമായ വീരമംഗൈ റാണുവേലു നാച്ചിയാർ പ്രകാശനം ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. ഒന്ന്, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ആരാണ്? അനുരാഗ് ഠാക്കൂർ. 2, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? വീരമംഗൈ റാണി വേലു നാച്ചിയാർ. ഇവിടെ 2023 കൊടുത്തിരിക്കുന്നത്. പക്ഷേ അടുത്ത ഒരു യൂത്ത് ഗെയിംസിൻ്റെയാണ്, 2024-ൻ്റെയാണ്. PSC ബുള്ളറ്റിനിൽ അങ്ങനെയാണ് കണ്ടിരുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024-ൻ്റെ ഭാഗ്യചിഹ്നമായിട്ടാണ് PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ളത്. അത് 2024-ൻ്റെ തന്നെയാണ് അല്ലേ. 2023 കഴിഞ്ഞതിൽ നമുക്കറിയാമല്ലോ എന്തായിരുന്നു എന്നുള്ളത്. ഒരു കാട്ടുപോത്തല്ലായിരുന്നോ? അപ്പോൾ അടുത്തത് ഒന്നുകൂടെ നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024-ൻ്റെ ഭാഗ്യചിഹ്നമാണ് വീരമംഗൈ റാണു വേലു നാച്ചിയാർ. 2024 ജനുവരി 19 മുതൽ 31 വരെ തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിലാണ് ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് 2024 ജനുവരി 19 മുതൽ 31 വരെ തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിലാണ് ഗെയിംസ് നടക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം ഏഷ്യയിൽ തന്നെയാണ്. പേര് ഉത്തര കൊറിയ. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം ഏഷ്യയിൽ തന്നെയാണ്. പേര് ഉത്തര കൊറിയ. ചുരുക്കി പറഞ്ഞാൽ ഉത്തര കൊറിയയിൽ മലയാളികളില്ല, അല്ലെങ്കിൽ മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ല ഉത്തര കൊറിയയിൽ. നോർക്ക, പ്രവാസികാര്യ മന്ത്രാലയം എന്നിവയുടെ കണക്കുകൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ അല്ലേ. ഈ പോയിന്റ് അങ്ങനെ മനസ്സിലാക്കാം. ഉത്തര കൊറിയയിൽ മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ല. ഈ ഉത്തര കൊറിയ തന്നെയാണ് ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം. 2023 വ്യാസ സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരി പുഷ്പ ഭാരതി. ഈ വ്യാസ സമ്മാനം, സരസ്വതി സമ്മാനമൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് വരെയൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങനെ കാണാറില്ല. എന്നാലും നിങ്ങൾ അത് എഴുതി വയ്ക്കുക. നമ്മൾ അവാർഡുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അതിൽ പ്രത്യേകം തിരിച്ചിട്ടായിരിക്കും ഇടുക. ദേശീയ അവാർഡുകൾ, അതേപോലെ സംസ്ഥാന അവാർഡുകൾ. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയും. 2023 വ്യാസ സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരിയാണ് പുഷ്പ ഭാരതി. 2016 രചിച്ച യാദേൻ യാദേൻ ഔർ യാദേൻ എന്ന ആത്മകഥയാണ് പുരസ്കാരം അല്ലേ. ഇത് പറയുന്നത് യാദേൻ യാദേൻ നമ്മൾ കരയുന്നത് പോലെയൊക്കെ തോന്നും അല്ലേ. യാദേൻ യാദേൻ ഏങ്ങലടിച്ച് കരയുന്ന പോലെ തോന്നും അല്ലേ. 2016 രചിച്ച യാദേൻ യാദേൻ ഔർ യാദേൻ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. ഹിന്ദി സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ച് KK ബിർള ഫൗണ്ടേഷനാണ് 1991 മുതൽ വ്യാസ സമ്മാനം നൽകുന്നത്. ഹിന്ദി സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ച് KK ബിർള ഫൗണ്ടേഷനാണ് 1991 മുതൽ വ്യാസ സമ്മാനം നൽകുന്നത്. 4 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 4 ലക്ഷം രൂപ വ്യാസ സമ്മാനത്തുക. 4 ലക്ഷം രൂപ. വ്യാസ സമ്മാനം 2023 ലഭിച്ചത് പുഷ്പ ഭാരതി. ഇത് കൊടുത്തു തുടങ്ങിയത് KK ബിർള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഏതാണ് കൃതി? യാദേൻ യാദേൻ ഔർ യാദേൻ. 2016 ഇത് കൃതി രചിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഈ പദ്ധതികൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻസ്. ഈ അടുത്തിടെ നടന്ന ഓപ്പറേഷൻസൊക്കെ നമ്മൾ ഒരു രണ്ട് വർഷത്തെ ഓപ്പറേഷൻസൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക, ചോദിക്കും. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നിങ്ങളിൽ ചിലർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൂടി ചെയ്യണേ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാന. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് എന്നാണ് പേര്. ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ്. ദുരന്ത മേഖലകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനും 1 മണിക്കൂറിനുള്ളിൽ കൂട്ടിച്ചേർക്കാനും കഴിയുന്ന വിധമാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. ദുരന്ത മേഖലകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനും 1 മണിക്കൂറിനുള്ളിൽ കൂട്ടിച്ചേർക്കാനും കഴിയുന്ന വിധമാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. കഥാകൃത്ത് T. പത്മനാഭൻ്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി. കഥാകൃത്ത് T. പത്മനാഭൻ്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമ നളിനകാന്തി. കഥാകൃത്ത് കൂടിയായ സുസ്മേഷ് ചന്ദ്രോത്താണ് സംവിധായകൻ. കഥാകൃത്ത് T. പത്മനാഭൻ്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമ നളിനകാന്തി. ഇതിൻ്റെ സംവിധായകൻ കഥാകൃത്ത് കൂടിയായ സുസ്മേഷ് ചന്ദ്രോത്ത്. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാന. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാന. തെലങ്കാന സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്. ഇനി ഈ വർഷത്തെ ചോദ്യങ്ങളിൽ മാറി മാറി വരാൻ പോകുന്ന വന്നേക്കാവുന്ന ചില ചോദ്യങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരും വകുപ്പുകളും. രാമചന്ദ്രൻ കടന്നപ്പള്ളി, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ.
ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ. രാമചന്ദ്രൻ കടന്നപ്പള്ളി. KB ഗണേഷ് കുമാറിന് കിട്ടിയ വകുപ്പുകൾ ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. ഏതൊക്കെയാണ്? ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. KB ഗണേഷ് കുമാർ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് പുതിയതായിട്ട് വന്ന മന്ത്രിമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും. രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ. KB ഗണേഷ് കുമാർ ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം. ഇതിൽ കൂടുതൽ സാധ്യത KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പ് ചോദിക്കാനാണ്. അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇരുവരും പുതിയ മന്ത്രിമാരായി ചുമതലയേറ്റത്. അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇരുവരും പുതിയ മന്ത്രിമാരായി ചുമതലയേറ്റത്. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സഹകരണ മന്ത്രി കൂടിയായ VN വാസവനാണ്. അടുത്തത് പുതിയ മേധാവികൾ ആരൊക്കെയെന്ന് നോക്കാം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBPയുടെ പുതിയ മേധാവിയാണ് രാഹുൽ റസ്ഗോത്ര. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBP രാഹുൽ റസ്ഗോത്ര. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF നീന സിംഗ്. ഈ പദവി വഹിക്കുന്ന ആദ്യ വനിത കൂടിയാണ് ഇവർ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF നീന സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPF അനീഷ് ദയാൽ സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPF അനീഷ് ദയാൽ സിംഗ്. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വരലു. തെലങ്കാന ഭദ്രാചലം സ്വദേശിയാണ്. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വരലു തെലങ്കാന ഭദ്രാചലം സ്വദേശിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക്